അതെ അതെ, അത് കേരളത്തിലെ കോൺഗ്രസ്സുകാർ ഈ കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരല്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞൊരു കോൺഗ്രസ് ഉണ്ടല്ലോ, സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ നയിക്കുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്ന കോൺഗ്രസ്, അതിൻ്റെ ചരണത്തിൽ കെട്ടിയാണ് കെ സി വേണുഗോപാൽ. യഥാർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസ് ഇതിനു മുമ്പ് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഒന്നാം നമ്പർ ശത്രു CPM ആണെന്ന്. കേരളത്തിലെ BJPയും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഒന്നാം നമ്പർ ശത്രു CPM ആണെന്ന്. അപ്പോൾ CPMനെ പൊതുശത്രുവായിട്ട് കാണുന്ന ഇന്ത്യയിലെ രണ്ട് പ്രമുഖ പാർട്ടികൾ, ഒന്ന് കേരളത്തിലെ കോൺഗ്രസും മറ്റൊന്ന് BJPയുമാണ്. ഇതാണ് കേരളത്തിൻ്റെ ഒരു അവസ്ഥ. അപ്പോൾ അവർ തമ്മിലുള്ളൊരു ഐക്യധാര രൂപപ്പെട്ട് വരികയാണ്. അതാണ് കേരളത്തിലെ കോൺഗ്രസ് എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട്. എന്താ ഒരു മൃദു ഹിന്ദുത്വ സമീപനമാണ് ഇവരെടുക്കുന്നത്. BJPയെ ശക്തിയായിട്ട് ആശയപരമായിട്ട് എതിർക്കാൻ ധൈര്യമില്ലാത്ത പൊതുവേ ആ നിലപാടാണ് കോൺഗ്രസിൻ്റെ നിലപാട്. പക്ഷേ സമ്മർദ്ദങ്ങളൊക്കെ വരുമ്പോൾ, ഇപ്പോൾ ശ്രീരാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ഞങ്ങൾ പങ്കെടുക്കില്ല എന്ന് കോൺഗ്രസ് നേതൃത്വം പറഞ്ഞപ്പോൾ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമുള്ള കോൺഗ്രസ്സുകാർ പറഞ്ഞ് ഞങ്ങൾ പങ്കെടുക്കുന്നു. ആ ഒരു നിലപാടിലേക്ക് എത്തിക്കാൻ കാരണം എന്താ? ഒരു ഉറച്ച നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസ്സിന് സാധിക്കുന്നില്ല. അതുകൊണ്ട് കോൺഗ്രസ്സിന് ഇന്ത്യയിലുടനീളം ഒരു ഏകീകൃതമായ രൂപം കൈകാര്യം ചെയ്യാൻ, രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ സാധിക്കാത്ത പാപ്പരീകരിക്കപ്പെട്ട പൊതുസ്ഥിതിയാണ് കാണുന്നത്. അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് കേരളത്തിലെ കോൺഗ്രസ് എടുത്തുകൊണ്ടിരിക്കുന്ന ഈ മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിച്ച് ഇവർ തമ്മിൽ ഐക്യപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെ ആക്രമിക്കുന്നതിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമം. പിന്നെ ഇന്ത്യയിലല്ല, ലോകത്തെവിടെയും ഒരു പ്രതിപക്ഷ പാർട്ടി അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ നേതാവ് ഒരു തരത്തിലും ഞങ്ങൾ ഒരു വികസന പ്രവർത്തനവും അനുവദിക്കില്ല എന്ന് ഇതേവരെ പറഞ്ഞിട്ടില്ല. ആദ്യമായിട്ടാണ് ഈ പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഒരു വികസന പ്രവർത്തനവും നടത്താൻ കേരളത്തിൽ അനുവദിക്കില്ല. ഇങ്ങനെ ഒരു പ്രതിപക്ഷ രാഷ്ട്രീയം കൈകാര്യം ചെയ്താൽ എന്തായിരിക്കും അതിൻ്റെ ഒപ്പം നിൽക്കുന്ന ജനങ്ങളുടെ ചിത്രം? അതുകൊണ്ട് ഞങ്ങൾക്കതിൽ ഒരു ഉത്കണ്ഠയില്ല. കോൺഗ്രസ് എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് അങ്ങനെയാണ്. കേരളത്തിലെ ഒരു വികസന പ്രവർത്തനത്തെയും ഞങ്ങൾ അനുവദിക്കില്ല എന്നുള്ള സമീപനമാണ്. കേരളത്തിലുള്ള ധാരണ അത് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചും തുടരുമോ എന്ന് തോന്നുന്നുണ്ട്? അല്ല, കേരളത്തിൽ ഇപ്പോൾ വേറെ ഒന്നും നോക്കാൻ ഇല്ലല്ലോ. ഇവിടെ BJP ഒരു പ്രധാനപ്പെട്ട ഫോഴ്സായിട്ട് നിലനിൽക്കുന്നില്ല. ഇവിടെ മത്സരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതുപോലെ തന്നെ UDFും തമ്മിൽ തന്നെയാണ്. കേരളത്തിലെ കോൺഗ്രസ് ഇവിടുത്തെ ജനങ്ങളോട് ഇതിന് മറുപടി പറയേണ്ടി വരില്ല. കാരണം ഇന്ന് അവരുടെ ജാഥ അടക്കം തുടങ്ങുന്നു. ജനങ്ങളോട് മറുപടി പറയാൻ അവർക്ക് പ്രശ്നമുള്ള കാര്യമില്ല. ജനങ്ങളോട് മറുപടി പറഞ്ഞിട്ടല്ലല്ലോ ഇതേവരെ കോൺഗ്രസ് മുന്നോട്ടേക്ക് പോയത്. കോൺഗ്രസിൻ്റെതായ രീതി പറഞ്ഞുകൊണ്ടിരിക്കുന്നു മാത്രമേ ഉള്ളൂ. അത് പറയുന്നത് ഇതുപോലെയാണ്. പക്ഷേ ഈ പാർട്ടി ശക്തമായ ഒരു നിലപാട് പറഞ്ഞു. SFIO അന്വേഷണമല്ല, ഏത് അന്വേഷണം വന്നാലും അത് സ്വാഗതം ചെയ്യുകയാണ് പാർട്ടി ചെയ്തത്. ഇതിൻ്റെ SFIO അന്വേഷണമല്ല, ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്ന പാർട്ടി ശക്തമായ നിലപാടാണ്. പക്ഷേ വീണ വിജയൻ ഇപ്പോൾ ആ അന്വേഷണം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യമാണ്. അവർക്ക് ഹൈക്കോടതിയിൽ പോകാനുള്ള അനുവാദം ഉണ്ടല്ലോ. അല്ലെ, ശക്തമായ ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്ന പാർട്ടി പറയുന്നു. ആരോപിതയായ ആള് പാർട്ടിക്ക് വേണ്ട എന്നതാണ് സ്റ്റാൻഡ്. അതെ, അവരെ അഭിപ്രായം അതാണ്. അവർ കോടതി പോയിക്കോട്ടെ, അതിനെന്താ ഞങ്ങൾക്ക്. അന്വേഷണത്തെ ഞാനൊരു കാര്യം നിങ്ങളോട് വളരെ വ്യക്തമായിട്ട് പറയാം. ഇതിൽ യഥാർത്ഥ ഏതെങ്കിലും കേസിൻ്റെ അത് ഇടപെടാനൊന്നും പാർട്ടിക്ക് താല്പര്യമില്ല. പക്ഷേ ഇവിടെ പ്രശ്നം എന്താ? പിണറായി വിജയൻ മൈനസ് മനസ്സിലായോ ഈ കേസ് കഴിഞ്ഞാൽ പിന്നെ ഏതാ കേസ്? അതാണ് ചോദിക്കുന്നത്. ആ കേസ് പിന്നെ ഏതാ? അപ്പോൾ നിങ്ങൾ രാഷ്ട്രീയമായിട്ടാണ് ഇതിനെ കൈകാര്യം ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. ആ രാഷ്ട്രീയമായ കാര്യമാണ് ഞങ്ങൾ തുറന്ന് കാണിക്കുന്നത്. കമ്പനികൾ തമ്മിലുള്ള പ്രശ്നത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള കേസിൻ്റെ ഭാഗമായിട്ടുള്ള സ്റ്റേയുടെ ഭാഗമായിട്ടുള്ള കോടതിയും ഒക്കെ കൈകാര്യം ചെയ്തതിന് ആർക്കാ എതിർക്കേണ്ട കാര്യം? ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി. ആ അന്വേഷണത്തിന് ആവശ്യമില്ലാന്ന് ആലോചിക്കുന്നത്. അങ്ങനെ നിങ്ങളിപ്പോഴും വിചാരിക്കുന്ന പോലെയല്ല ആലോചിക്കുന്നത്. അവരാലോചിച്ചോട്ടെ. പ്രാഥമികമായ അന്വേഷണം അതിപ്പോഴും നിങ്ങൾ വെറുതെ ആവശ്യമില്ലാണ്ട് ബഹളം വെച്ചിരുന്ന കാര്യം. എന്തെങ്കിലും ഒരു കാര്യം വേണ്ടേ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു രണ്ട് കമ്പനികൾ തമ്മിലുള്ള കരാർ, ആ കരാർ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരുപാട് അന്വേഷണങ്ങൾ നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം 4 മാസത്തെ അന്വേഷണമായി, പിന്നെ ഇപ്പോൾ 8 മാസത്തെ അന്വേഷണമായി. അതിന് പുറമെയാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള അന്വേഷണം. ഇങ്ങനെ അന്വേഷണ പരമ്പരകൾ തന്നെ വരികയാണ്. അങ്ങനെ അന്വേഷണ പരമ്പരത്തിൽ വിധേയപ്പെടാൻ നിൽക്കേണ്ട കാര്യമില്ല എന്ന് കണ്ടിട്ട് അവർ ആവശ്യമായ നിലപാട് നിയമപരമായിട്ട് സ്വീകരിച്ചിട്ടുണ്ട്. അതിനെന്താ കുഴപ്പം? നിയമപരമായ നിലപാട് സ്വീകരിക്കാൻ പാടില്ല പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? അത് ഞാൻ ചോദിക്കുന്നതാണ്. നിയമപരമായ നിലപാട് സ്വീകരിക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ? നിയമപരമായിട്ടും രാഷ്ട്രീയമായിട്ടും നേരിടുന്ന പറഞ്ഞു. അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിയമപരമായിട്ടും രാഷ്ട്രീയമായിട്ടും നേരിടുന്നതാണ് പറഞ്ഞത്. അതിലൊന്നു മാത്രം പിടിച്ചിട്ട് അത് അങ്ങനെയാണല്ലോ അങ്ങനെ നിങ്ങൾ ഏതായത് നിങ്ങളെ റിപ്പോർട്ടർ വെറുതെ ആവശ്യമില്ലാതെ അത്ര ഉണ്ടാക്കാം.
ഞാൻ പറഞ്ഞതാണ്, ഞാൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. പ്രാഥമികമായാലും ഗുരുതരമായാലും കേൾക്ക് ഒന്നും ബേജാറാവണ്ട. കോടതി പോകും, നിങ്ങൾക്ക് എന്താ ഇത്ര ബേജാറ്? അത് കൃത്യമായിട്ട് തുറന്നു കാണിക്കപ്പെടുന്നുള്ളതുകൊണ്ടല്ലേ ഭയപ്പെടുന്നത്, അല്ലാണ്ട് എന്തിനാ ഭയപ്പെടുന്നത്? ഒരു പ്രശ്നത്തിൻ്റെ മേലെ ഒരു വിഭാഗം കോടതി പോകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ന്യായാന്യായങ്ങൾ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യപ്പെടട്ടെ. ഞങ്ങൾ ആദ്യമേ പറഞ്ഞിട്ടുള്ളത് നിയമപരമായിട്ടും രാഷ്ട്രീയമായിട്ടും നേരിടുന്നതാണ്. പിണറായി വിജയനെ അതിൽ കൂട്ടിച്ചേർത്തതിനാണ് രാഷ്ട്രീയമായിട്ട് നേരിടുക. മറ്റ് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിയമപരമായിട്ട് നേരിടും. ഇത്രയേ പറഞ്ഞിട്ടേ അർത്ഥമുള്ളൂ. മുഖ്യമന്ത്രിയിലേക്ക് നീളുമ്പോൾ CPM രാഷ്ട്രീയ പ്രതിരോധം അതിനെ സംബന്ധിച്ചുള്ളത്